സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ, പ്രത്യേകിച്ച് തൊഴിലിടത്തിലെ നടക്കുന്ന സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങളുടെ ചർച്ച വലിയ തോതിൽ ഇപ്പോൾ സജീവമായിട്ടുണ്ട്. ഈ ആക്രമണങ്ങൾ എന്ന് പറയുന്നത് കുറെ കാലമായിട്ട് തന്നെ എല്ലാ കാലത്തും നിലനിൽക്കുന്നൊരു സംഗതി തന്നെയാണ്. ഏറ്റവും പുതിയ ഒരു വാർത്താ പ്രാധാന്യം നേടുന്നത് കൊൽക്കത്തയിലുണ്ടായ ഹോസ്പിറ്റലിലുണ്ടായ ഡോക്ടർക്ക് നേരെയുണ്ടായ ആക്രമണം. കേരളത്തിൽ തന്നെ സമാനമായ സംഭവങ്ങൾ ഡോക്ടർ വന്ദന അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ സാഹചര്യത്തിൽ സിനിമാ വ്യവസായ മേഖലയിലും ഈ തൊഴിലിടമൊട്ടും സ്ത്രീകൾക്ക് ആ അർത്ഥത്തിൽ സുരക്ഷിതമല്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. അതിൻ്റെ ഒരു കൃത്യമായ എവിഡൻസോടുകൂടി ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഈ രണ്ട് മേഖല മാത്രമല്ല, ഒരുമാതിരി എല്ലാ തൊഴിലിടങ്ങളും സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള സുരക്ഷിതമല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരം അന്വേഷണങ്ങളും റിപ്പോർട്ടും പുറത്തു വരാത്തത് കൊണ്ട് മാത്രം അത് മാറി നിൽക്കുന്നു എന്നേ ഉള്ളൂ. അത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് അതേ തൊഴിലിടത്തിലെ അധികാര കേന്ദ്രങ്ങൾ എങ്ങനെയാണ് സ്ത്രീകളുടെ അടുത്ത് പെരുമാറുന്നതെന്നും സ്ത്രീകളെ പരിഗണിക്കുന്നതെന്നും ഒക്കെ തന്നെയാണ്. ഈ തൊഴിൽ ഇടത്തെ ഈ സുരക്ഷിതത്വത്തിന് ഈ അധികാരവും പാട്രിയാർക്കിയുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട്? അത്തരം കേസുകളൊക്കെ വരുന്ന സമയത്ത് സ്ത്രീകളുടെ ഒരു തരത്തിലുള്ള ദുർബലമായ ജീവിത സാഹചര്യങ്ങളെ മുതലെടുക്കുകയാണോ ഈ സിസ്റ്റം ചെയ്യുന്നത്? എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നാണ്. അതെ 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 അത് തന്നെയാണ് ഈ പറഞ്ഞ എല്ലാ സാഹചര്യങ്ങളിലും ഒരു കോമൺ ആയിട്ടുള്ള കാര്യം അത് തന്നെയാണ്. കൺട്രോൾ, പവർ, അധികാരം, പലതരത്തിലുള്ള അധികാരം, പുരുഷ മേൽക്കോയ്മ, പുരുഷന്മാർ ആണുങ്ങളുടെ അധികാരം, അത് വെച്ചിട്ടുള്ള കൺട്രോൾ, അതൊരു സോഷ്യോ കൾച്ചറൽ ഫിനോമിനലാണ്. ഒരു ഇൻഡിവിജ്വൽ സൈക്കോളജിക്കൽ പ്രശ്നം വരുന്നു. ഇപ്പോൾ സൈക്കോളജിക്കലി നമ്മൾ ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്താൽ ഈ ചെയ്യുന്ന പെർപെട്രേറ്റേഴ്സ് അവരുടെ സൈക്കോളജി ഉണ്ട്, അനുഭവിക്കേണ്ടി വരുന്ന വിക്ടിംസിൻ്റെ സൈക്കോളജി ഉണ്ട്. പക്ഷേ ഇതിൽ കോമൺ ആയിട്ടുള്ളത് തൊഴിലെടുത്ത അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉദാഹരണങ്ങളിലെല്ലാം എടുത്താലും ഈ പവറും കൺട്രോളും എക്സർസൈസ് ബൈ മെൻ ആണ് ഇതിൽ മെയിൻ ഇഷ്യൂ. അതെ, ഇത്രയും കോമൺ ആയിട്ടുണ്ട്. പക്ഷെ വ്യത്യസ്തമായിട്ട് വരുന്നത് ഏറ്റവും ഇതിലോരോന്നും ഓരോ കാര്യങ്ങളാണ് നമ്മളെ ട്രബിൾ ചെയ്യുക, നമ്മളെ വിഷമിപ്പിക്കുക. അപ്പോൾ ഈ സംഘടിതമായിട്ടുള്ള ഈ തൊഴിൽ മേഖലയിൽ, അതായത് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഉദാഹരണത്തിന്, അവിടെ ഒരു കണക്കിന് ഇൻ മെനി വേസ് ഇറ്റ് ഈസ് മോർ ഡിസ്റ്റർബിങ് ഇൻ മെനി വേസ്. കാരണം അവിടുത്തെ ആ സോഷ്യോ കൾച്ചറൽ സിറ്റുവേഷൻ is normalizing this. മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഈ കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ളത് തന്നെ ആ ടേം, അത് തന്നെ ഈ നോർമലൈസേഷൻ്റെ ഒരു ഭാഗമാണ്. റേപ്പ് എന്ന് പറയേണ്ടടുത്ത് അതിനെ ലഘൂകരിച്ച് പറയുന്നത് തന്നെ. അതെ, കാലാകാലമായിട്ട് പുരുഷന്മാർ ഇതിനെ കാണുന്നതൊരു അവകാശം മാതിരിയായിട്ടാണ്. ഇറ്റ് ഹാസ് ബിക്കം നോർമലൈസ്ഡ്. സ്വാഭാവികവൽക്കരണം. നമ്മൾ തന്നെ ഇപ്പം ഞാൻ അടുത്ത് വരുന്ന പല ക്ലയൻസും ഈ കഥകൾ പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. എത്രയോ പേര് ഈ ഇൻഡസ്ട്രിയിൽ പറയുന്നുണ്ട്. ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ എക്സ്പ്ലോയിറ്റേഷൻ അതുണ്ട്, കാര്യമായിട്ടുണ്ട്. സിനിമാ മോഹവും അല്ലെങ്കിൽ സിനിമ ആക്ടിങ് ആവണമെന്നില്ല കേട്ടോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് മേഖലയിലും, ഡബ്ബിംഗ് ആണെങ്കിലും എന്തിനാണെങ്കിലും ഇത് തന്നെയാണ് സ്ഥിതി. സാമ്പത്തിക അവസ്ഥ മാത്രമല്ല, ക്ലാസും മാത്രമല്ല. ഇതിനെ ഈ ചാൻസ് തേടി വരുന്ന കുട്ടികൾ, സ്ത്രീകൾ ഇത് നോർമലാണ് എന്ന് വിശ്വസിപ്പിക്കുന്നതിലാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഭീകരത. നോർമായിട്ട് മാറിക്കഴിഞ്ഞു. ഈ കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ള ഒരു എക്സ്പ്രഷൻ ഹോളിവുഡിൽ നിന്ന് വളരെ പണ്ട് വന്നതാണല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടും എല്ലാം അവിടെ നടന്നത് തന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ലേറ്റായിട്ട് ഇവിടെ വരുന്നതാണ്. മീ ടു മൂവ്മെൻറ്റ് 97 തോന്നുന്നു അല്ലേ, അതോ 2007? സിനിമയിൽ തുടങ്ങിയതല്ല. അതെ, പക്ഷേ ഈ ഏറ്റെടുത്തത് സിനിമാ ലോകമാണ്. പിന്നെ തുറന്നു പറയാൻ ഉള്ള സന്നദ്ധത ഉണ്ടാക്കിയത് ആ മൂവ്മെൻ്റാണ്.
അപ്പോൾ വെസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ഇന്നും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. പക്ഷേ കുറേയും കൂടെ അത് പുറത്തേക്ക് വന്നു, ലീഗൽ സിസ്റ്റം കുറേയും കൂടെ അത് സീരിയസ് ആയിട്ട് ഡീൽ ചെയ്തു. ഈ ഇൻഡസ്ട്രി എംപ്ലോയേഴ്സും ഇതിനെ കൂടുതൽ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട്. കാരണം ഫിലിം വേൾഡിലാണെങ്കിലും മീഡിയയിലാണെങ്കിലും അത് നടന്നാൽ അവർക്കും അത് സംഭവിക്കാൻ അനുവദിച്ചു എന്നുള്ളതിന് ദേ ആർ ഓൾസോ കൾപ്പബിൾ. ഇപ്പോൾ BBC-യിലെ ഒരു പ്രവർത്തകൻ ഇതേമാതിരി ചെയ്താൽ BBC ഓൾസോ ബിക്കംസ് അക്കൗണ്ട്. തൊഴിലിടത്തിൽ എംപ്ലോയർ റെസ്പോൺസിബിൾ ആണ്. അതെ, അൺലെസ് ഇറ്റ് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ പ്രൈവറ്റ് ലൈഫ്. ഇപ്പോൾ BBC-യിലെ വളരെ സീനിയർ ആയിട്ടുള്ളൊരു വായിച്ചു കാണും, ഒരാൾ ഇപ്പോൾ റിസൈൻ ചെയ്യേണ്ടി വന്നല്ലോ, അങ്ങനെ കേസ് പ്രൊസീഡ്. ഹോളിവുഡിൽ എന്താണ് ഹാരി വെയിൻസ്റ്റീൻ, അങ്ങനെ പല ഒരു കാലത്ത് എല്ലാവരും ആരാധിച്ചിരുന്ന 40-50 വർഷം കരിയറുള്ള ആൾക്കാരൊക്കെ ഇതിൽ എക്സ്പോസ്ഡ് ആയിട്ട് സെർവിങ് പ്രിസൺ ആൻഡ് ഓൾ ദാറ്റ്. പക്ഷെ ഇപ്പം അക്കൗണ്ടബിലിറ്റി വന്നു തുടങ്ങി. അത് വന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഈ ഇരകൾ സംഘടിച്ചിട്ടും സംഘടിക്കാതെയും ശബ്ദിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഹേമ കമ്മീഷൻ ഇതിൽ പറയുന്നുണ്ടല്ലോ, കുറേ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, പിന്നെ പരാതി ഇല്ലെങ്കിൽ ആക്ഷൻ എടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളത്. അപ്പോൾ അതൊരു വശത്ത് ഉണ്ട്. പക്ഷേ ഈ നോർമലൈസേഷൻ, ഇപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലോ മറ്റു മീഡിയയിലൊക്കെ എത്ര ആൾക്കാരാണ് ഇതിനെ ലഘൂകരിക്കുന്നതും. പുരുഷന്മാരാണ് അതിൻ്റെ ആ മാനസികാവസ്ഥ ആലോചിക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അങ്ങനെയല്ലേ വേണ്ടത്. നോർമലൈസേഷൻ. സ്ത്രീ ഒരു ഉപഭോഗ വസ്തുവാണ്, ഭോഗവസ്തുവാണ്. പുരുഷൻ്റെ പബ്ലിക് റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും ചെയ്യാനും ആക്രമിക്കാനും അതൊക്കെ പ്രകൃതി നിയമം എന്നുള്ള മട്ടിലാണ് ഇപ്പോഴും കാണുന്നത് ആൾക്കാർ. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ സെക്ഷൽ അബ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സമൂഹം ഇതിനെ നോർമലൈസ് ചെയ്യുന്നതിന് കുറേ രീതികളുണ്ട്. റേപ്പ് മിത്സ് എന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ കമൻസ് നോക്കിയാൽ തന്നെ ഈ റേപ്പ് മിത്തുകളിൽ ഏതിലെങ്കിലും ഒന്ന് പെടുത്താൻ നമുക്ക് പറ്റും. അതായത് ഒന്ന്, ദി ഓൺലി റേപ്പ് വിച്ച് ഇസ് നോട്ട് ആക്സെപ്റ്റബിൾ. ഇപ്പോൾ കൽക്കത്തയിൽ സംഭവിച്ച മാതിരി ജോലി സ്ഥലത്ത് അതിക്രമിച്ച് കയറി ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊന്നു എന്നുള്ളത് ജനത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അത് പാടില്ലായിരുന്നു. അതാണ് ഒരു വലിയ വ്യത്യാസം. അപ്പോൾ ക്വൈറ്റ് കറക്റ്റ്ലി നിർഭയ സംഭവത്തിന് ശേഷവും ഒക്കെ എല്ലാവരും ഇളകി മറിയുന്നത്. പക്ഷെ ഇങ്ങോട്ട് എത്തുമ്പോൾ ഈ റേപ്പ് മിത്തുകൾ വരികയാണ്. ഒന്ന്, ഈ വിക്ടിമിന് ഇതിനകത്ത് റോൾ ഉണ്ട് എന്നുള്ള. അതെ, ഇപ്പോൾ ഈ ഡേറ്റ് റേപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിലൊക്കെ പറയുന്നത് ആ സമയത്ത് അവൾ എന്തിനാ അയാളുടെ റൂമിൽ പോയി, മനസ്സിലായോ? സോ ഷി വാസ് ഇൻവൈറ്റിംഗ് ഇറ്റ് അപ്പോൺ ഹെർസെൽഫ്. ഇപ്പോഴും വസ്ത്രത്തിന് കുറ്റം പറയുന്ന ആളുകളുണ്ട്. വസ്ത്രധാരണ രീതി. അപ്പോൾ ഒരു സ്ത്രീ മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് എന്നിട്ട് റേപ്പ് ഉണ്ടായാലാണ് അത് റേപ്പായിട്ട് കണക്കാക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഈ നോർമലൈസേഷനിലേക്ക് വരികയാണ്. അപ്പോൾ സ്ത്രീ അത് ഇൻവൈറ്റ് ചെയ്ത് വന്നു, അവളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. രണ്ട്, ക്വിഡ് പ്രോ ക്വോ ആയിട്ട് ഇതൊരു ബിസിനസ് ഡീലായിരുന്നു, ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു, സ്ത്രീ സമ്മതിച്ചു, അതിലിപ്പോൾ എന്താ തെറ്റ്? മൂന്ന്, അതായത് തുല്യമാണ് എന്നുള്ളൊരു തെറ്റിദ്ധരിപ്പിക്കൽ. തുല്യത ഇല്ല അവിടെ. ഈ നേരത്തെ പറഞ്ഞ മെയിൽ പവറും കോർഷനും ത്രെട്ടും ബ്ലാക്ക് മെയിലും പിന്നെ അതൊന്നും കൂടാണ്ട് ഈ നോർമലൈസേഷൻ ആക്കിയിട്ട് ആൾക്കാരെ വിശ്വസിപ്പിച്ചിട്ടുണ്ട് വർഷങ്ങളായിട്ട്. ഈ ഇൻഡസ്ട്രിയിൽ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇതെല്ലാം ഈ മിത്തുകളുടെ ഭാഗമാണ്. ചെറുക്കാമായിരുന്നില്ലേ, കരണത്തൊരടി കൊടുക്കാമായിരുന്നില്ലേ എന്നൊക്കെയല്ലേ ആൾക്കാരുടെ റെസ്പോൺസ്. ഈ കോംപ്ലക്സിറ്റി മുഴുവൻ ഇതിൽ മനസ്സിലാക്കാതെ ഒരു വ്യക്തിയിലേക്ക് മാത്രം തെറ്റ് ശരി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ചെയ്യുന്ന ആൾക്കാരുടെ മാനസിക നില അതും ഈ നോർമലൈസേഷൻ്റെ ഭാഗമാണ്. മറ്റൊരു പ്രൊഫഷണലും
ഇല്ലാത്ത ഒരു നോർമാണിത്. ഓക്കെ, മനസ്സിലായി. ഇപ്പോൾ എല്ലാത്തിലും ഒരു ലെവൽ വരെ ഉണ്ടാകാം ചൂഷണം, ലൈംഗിക ചൂഷണം. പക്ഷെ ഇത് ഇവിടെ കംപ്ലീറ്റ്ലി നോർമലാണ്. ഇങ്ങനെ ആയാലും ഇത് സാധ്യമാവൂ എന്നുള്ളത് രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. കുറേ കാര്യങ്ങൾ അങ്ങനെയുണ്ട്. ഇപ്പോൾ ഡോക്ടർമാരുടെ ഇടയിൽ തന്നെ ഗിഫ്റ്റ് കിട്ടുക, വാങ്ങുക നോമാണ്. ഞങ്ങൾക്ക് ഒരു അവകാശം. അതിൽ തെറ്റില്ല. കൈക്കൂലി കൊടുക്കുന്ന പോലെ. അതെ അതെ, അതിൽ തെറ്റ് ശരി എന്നുള്ളതൊക്കെ ബ്ലേഡായി. അപ്പോൾ അങ്ങനെ ബാക്കി സ്ഥലങ്ങളിലൊക്കെ നോർമലായിട്ടുള്ള ആൾക്കാരാണ് ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിന് എനിക്കത് ഈ അനക്ഡോട്ടൽ തെളിവേ ഉള്ളൂ കേട്ടോ, എക്സ്പീരിയൻസ് എന്ന്. വരുന്ന കുട്ടികൾ പലരും പറയുന്നത്, ഇങ്ങനെ അബ്യൂസ്ഡ് ആയിട്ട് വരുന്ന പലരും പറയുന്നത് ഇവിടെ ഡ്രഗ്സും ആൽക്കഹോൾ അബ്യൂസ് ഇതിലൊരു വലിയ ഫാക്ടറാണ് എന്നുള്ളത്. അതായത് സിനിമാ രംഗത്ത് നിന്ന് തന്നെ നമ്മുടെ അടുത്ത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. സിനിമ എന്ന് വെച്ചാൽ അറിയപ്പെടുന്ന വലിയ ആൾക്കാരല്ല, പക്ഷെ ആൽബംസിൽ അഭിനയിക്കാൻ വരെ ഇത് തന്നെയാണ്. സിനിമ പോട്ടെ, ആരോ എടുക്കുന്ന ആൽബംസില്ലേ, അതിൽ കൂടെ പലരും പ്രശസ്തരാകുമല്ലോ, അവിടെ വരെ ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ വിധേയത്വം ഉണ്ടാക്കിയെടുക്കുന്ന മേൽ ഒരു സമൂഹം, സിസ്റ്റം, അത് നോർമലൈസ് ചെയ്തിട്ട് അതിൽ തെറ്റില്ല എന്ന് വിചാരിക്കുന്ന പുരുഷന്മാർ മദ്യവും ഡ്രഗ്സും ഉപയോഗം അതും നോർമലൈസ് ചെയ്യപ്പെട്ടിട്ട് ഈ വിക്ടിമും ചിലപ്പോൾ അതിൽ പാർട്ടായിരിക്കും. ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു സങ്കീർണമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. കൺസെന്റിനെ പറ്റിയിട്ട് കൺസെന്റ് ഉണ്ടെങ്കിൽ അതാണല്ലോ കുറച്ച് കാലമായിട്ട് അത് വേറൊരു റേപ്പ് മിത്താണ്. അതെ, അപ്പൊ ഈ മാനുഫാക്ചർഡ് കൺസെന്റ് അല്ലെങ്കിൽ എന്താ പറയാ മാനിപ്പുലേറ്റഡ് കൺസെന്റ് എന്നൊക്കെ പറയുന്നത് സ്ത്രീകൾ പോലും തിരിച്ചറിയുന്നില്ല എന്ന്. സിനിമയിൽ മാത്രമല്ല, വ്യക്തിബന്ധങ്ങളിലും ഒക്കെ. ഇന്ന മേഖല അത് മാത്രമല്ല പറയുന്നത്, എല്ലാ മേഖലകളിലും ഈ മാനുഫാക്ചർഡ് കൺസെന്റ്, മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതി സ്ത്രീകൾക്ക് പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നുണ്ട്. അത്തരം കേസുകൾ സിനിമ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അങ്ങനെയില്ലേ? പിന്നെ കാരണം അത് ഈവൻ പാരൻസ് വരെ അതെടുക്കുക. നീ അങ്ങനെ രാത്രി പോയിട്ടല്ലേ സംഭവിച്ചത്, പോലീസിലൊന്നും പോകണ്ട, ആരെ അറിയിക്കണ്ട, നിന്റെ കുറ്റാണ്. ദാറ്റ് ഷീ ഹാഡ് സം റോൾ ഇൻ കൺസെൻറ്റിങ് എന്നുള്ളത്. കൺസെൻറ്റിനെ പറ്റി പഴയ ഒരു എക്സാമ്പിൾ ഉണ്ട്, അത് കേട്ട് കാണും. ഒരു സ്ത്രീ എൻ്റെ വീട്ടിൽ വരുന്നു. ഇതിന് മുൻപ് വന്നപ്പോൾ ചായ കുടിച്ചിരുന്നു, ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്തു, അവർ കുടിച്ചു. ഇത്തവണ ഞാൻ ചോദിക്കുകയാണ്, ചായ വേണോ? അപ്പോൾ ഈ സ്ത്രീ പറയാണ്, വേണ്ട. എന്നാലും ഞാൻ ഉണ്ടാക്കാം, നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുടിച്ചോളൂ. എന്നിട്ട് ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടുവരുന്നു. ചിലപ്പോൾ മനസ്സ് മാറിയിട്ട് കുടിച്ചേക്കാം, പക്ഷെ കുടിച്ചില്ല എന്നിരിക്കും. അപ്പോൾ ഞാൻ പറയാണ്, നിർബന്ധമായിട്ട് കുടിച്ചേ പറ്റൂ, ഞാൻ ഇത്ര ബുദ്ധിമുട്ടി ഉണ്ടാക്കിയില്ലേ, കുടിച്ചില്ല, ഇനിയും പിന്നെയും കുടിച്ചില്ലെങ്കിൽ ബലമായിട്ട് കുടിപ്പിക്കുക. അല്ലെങ്കിൽ ആ സമയത്ത് ആ സ്ത്രീ ഉറങ്ങുകയാണെന്നായിരിക്കും, ഉണർത്തിയിട്ട് കുടിപ്പിക്കുക. കൺസെൻറ്റ് ഇതേമാതിരിയാണ്. നോ ഇസ് നോ. ആദ്യത്തെ പ്രാവശ്യം നോ എന്ന് പറഞ്ഞാൽ മുൻപേ യെസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പറയുന്ന നോയിന് മാത്രമേ വാലിഡിറ്റി ഉള്ളൂ. ആദ്യം യെസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ചായ വേണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുമ്പോൾ അയ്യോ എനിക്ക് വേണ്ട കേട്ടോ എന്ന് പറയുന്നതും നോ തന്നെയാണ്. ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് നോ പറയാൻ പറ്റില്ല, അതും നോ തന്നെ. മുൻപേ കൺസെൻറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ കൺസെൻറ്റ് ചെയ്യുക എന്നുള്ളത് അതും നോ തന്നെ. പകുതി ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് സംഭവിക്കുന്നത് ഒരു ഇൻഡിവിജ്വൽ സിറ്റുവേഷനിൽ ഒരു പെൺകുട്ടി ഒരാളുടെ അടുത്ത് പോകുന്നു, അത് മതി കൺസെൻ്റ് ആവാനായിട്ട്. ലോ എൻഫോഴ്സ്മെൻറ്റും കോടതികളിൽ ഡിഫൻസ് ലോയറും ഒക്കെ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തിനു പോയി ഈ നേരത്തെ പറഞ്ഞ റേപ്പ് മിത്തുകളിൽ ഒന്നാണത്. അപ്പോൾ പിന്നീടുള്ള നോയിനൊന്നുമില്ല. ആദ്യം പോയത് കൊണ്ട്, അല്ലെങ്കിൽ യെസ് എന്ന് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് നോ എന്ന് പറഞ്ഞു. അപ്പോൾ പുരുഷൻ്റെ കാഴ്ചപ്പാട് അത് യെസ് ആണെന്നാണ്. സ്റ്റീരിയോടൈപ്പിംഗ്. അത് ആദ്യമൊക്കെ നോ എന്ന് പറയും, പക്ഷേ റിയലി വാട്ട് ഷീ മീൻസ് ഇസ് യെസ്.
അപ്പോൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഇതാണ്, നോ ഇസ് നോ. ഏത് തരത്തിലുള്ള നോ ആണെങ്കിലും ഇസ് നോ. മുൻപ് സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ നോ നോ തന്നെയാണ്. ഇൻടോക്സിക്കേറ്റഡ് ആണെങ്കിലും നോ നോ തന്നെയാണ്. അതാണ് ഈ കൺസെൻറ്റിൻ്റെ ഒരു മേജർ ഇഷ്യൂ. പാരൻസ്, മറ്റ് സ്ത്രീകളടക്കം സ്ത്രീകളെയാണ് ബ്ലെയിം ചെയ്യുക. ആ ഇംപ്ലൈഡ് കൺസെൻറ്റ് നീ കൊടുത്തത് കൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്ത്. ആരായാലും അങ്ങനെ ചെയ്തു പോകില്ല, നിന്റെ വസ്ത്രധാരണം ശരിയല്ലാത്തത് കൊണ്ടാണ്. ഈ തൊഴിലിടത്തിലെ പവർ, മേലധികാരിയുടെ പവർ, അയാൾക്ക് ആക്സസ് ഉള്ള എല്ലാത്തരം കീഴ് നിലകളിലുമുള്ള ആളുകൾക്ക് മേലെ ഉണ്ടാവുന്ന ഒരു പവർ മറ്റ് അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? എല്ലായിടത്തും പുരുഷൻ്റെ പവർ തന്നെയല്ലേ ഇഷ്യൂ. അത് എവിടെ പ്രയോഗിക്കാൻ പറ്റുന്നു അവിടെ പ്രയോഗിക്കുക. ഇവിടെ കുറച്ചും കൂടി ഇവിടെ എംപ്ലോയീസ് ആണല്ലോ, അപ്പോൾ അവരുടെ നിലനിൽപ്പ് ഈ എംപ്ലോയറെ ബേസ് ചെയ്തിട്ടാണല്ലോ. അതാണ് ഹോളിവുഡിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഈ ബ്ലാക്ക് ലിസ്റ്റിങ്ങും ചാൻസ് കൊടുക്കാതിരിക്കലും ഒക്കെയാണല്ലോ എംപ്ലോയറുടെ പവർ. അപ്പോൾ നിയമം കൊണ്ടും പിന്നെ ഇപ്പോൾ ഉള്ള മാതിരി വിക്ടിംസ് ആയിട്ടുള്ളവരും പെർപെട്രേറ്റേഴ്സ് ആയിട്ടുള്ളവർക്കും ഒരു പുതിയ ബോധം വരലും മാത്രമേ ഇതിന് വഴിയുള്ളൂ മുന്നോട്ട്. അതാണ് അത് സംഭവിക്കാതെ പറ്റില്ല. വർഷങ്ങൾ പുറകിലാണെങ്കിലും ഹോളിവുഡിലും മറ്റ് വികസിത രാജ്യങ്ങളിൽ സംഭവിച്ചിട്ടുള്ള മാതിരിയുള്ള നിയമനിർമ്മാണവും സ്ത്രീകൾ ഇത് നോർമല്ല എന്ന് മനസ്സിലാക്കലും പുരുഷന്മാരും ഇത് നോർമല്ല എന്ന് മനസ്സിലാക്കലും ഒക്കെ തന്നെയാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ നല്ലൊരു കാര്യമായിട്ടാണ് വന്നത്. ആദ്യം തുടക്കമായതുകൊണ്ട് ഇപ്പോഴും പലർക്കും വിശ്വസിക്കാൻ പറ്റാതെ അതൊക്കെ ക്രമേണ മാറണം. ഇവിടെയും ഈ വിക്ടിംസിനുള്ള സൈക്കോളജിക്കൽ ഹെൽപ്പ് കിട്ടണം. കാരണം അവരുടെ ഫാമിലിയിൽ നിന്നോ അവരുടെ സർക്കിൾസിൽ നിന്നോ കിട്ടിയെന്ന് വരില്ല. അതും ഏത് എംപ്ലോയറുടെയും ചുമതലയാകണം. അങ്ങനെ അതുകൊണ്ടാണ് ഈ പോഷാക്റ്റൊക്കെ. അതെ, പോഷാക്റ്റും പിന്നെ എല്ലാം ഇതിന് ഉദ്ദേശിച്ച് തന്നെയാണ്. പക്ഷെ അതും മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതെ അതെ അതെ, കുറേയധികം റിസർച്ച് ഉണ്ട് ഇതിൽ. ഏതെങ്കിലും ഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഡോക്ടറെ അടുത്തൊക്കെ വരുന്ന കേസുകൾ അതിൽ പെട്ടുപോകുന്ന സ്ത്രീകളുടെ മാനസിക പ്രശ്നമായിട്ടാണോ വരുന്നത്? ഏതെങ്കിലും ഘട്ടത്തിൽ പുരുഷന്മാര് വന്നിട്ടുണ്ടോ? വരാറുണ്ട്. പക്ഷെ അത് നേരിട്ട് ഇതൊരു പ്രശ്നമായിട്ടല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പിന്നെ ഒരു പുരുഷൻ ഈ വിക്ടിം, നമ്മൾ സ്വയം വിക്ടിമായാൽ ഈ വിക്ടിം സൈക്കിൾ നമ്മൾ തന്നെ തുടരും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. സോ ഹീ വാസ് അബ്യൂസ്ഡ് ആസ് എ ബോയ്. ഒരു വൾണറബിൾ ഏജിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓൾഡർ ബോയ്സ് അബ്യൂസ് ചെയ്തു. പിന്നീട് ഇവൻ വലുതായപ്പോൾ ഇത് തന്നെ ചെയ്തു, യങ്ങറായിട്ടുള്ള. അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്നത് വേറൊരു സിറ്റുവേഷനിലാണ്, ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് റൂട്ട് അന്വേഷിച്ച് പോകുമ്പോൾ ഇതായിരിക്കും അല്ലേ. ഭാഗ്യത്തിന് പുള്ളി മുന്നോട്ട് വന്നത് കൊണ്ട് അതവിടെ വെച്ച് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റി. അങ്ങനെ ചുരുക്കം ചിലപ്പോഴാണ് ഒരു കാരണം പെർപെട്രേറ്റർ വരണമെങ്കിൽ എവിടെയെങ്കിലും ഒരു കുറ്റബോധം തോന്നണമല്ലോ, ഞാൻ ചെയ്തത് തെറ്റാണ്. പുരുഷന്മാർക്ക് പൊതുവല്ലേ ഈ കുറ്റബോധം എപ്പോഴെങ്കിലും ജീവിതത്തിൽ തോന്നിയിട്ടുണ്ടോ? അല്ല, ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. ഇവർക്കറിയാലോ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ വൾണറബിലിറ്റി നമ്മൾ എത്രത്തോളം ചൂഷണം ചെയ്തിട്ടുണ്ടെന്നും അവര് അനുഭവിക്കുന്ന സങ്കടങ്ങളും ഒക്കെ ഇവർ പിന്നെയും കാണുന്നുണ്ടല്ലോ. രണ്ട് കാര്യങ്ങളാണ് അതിൽ. ഒന്ന്, ഈ പറഞ്ഞപ്പോൾ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ ആ ഡോക്ടറുടെ കാര്യത്തിലാവട്ടെ, മറ്റ് പല സിറ്റുവേഷനിലും ക്രിമിനലായിട്ടുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റ്, അവരുടെ മാനസിക സെറ്റപ്പ് വേറെ തന്നെയാണ്. നമ്മൾ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയില്ലേ, ജയിലുകളിലും ഒക്കെ കഴിയുന്ന അധികം ആൾക്കാർക്കും അവർക്ക് കുറ്റബോധമില്ല, റിമോഴ്സ് ഇല്ല. അതിനുള്ള വേറെ കാരണങ്ങളുണ്ട്, അവരുടെ കുട്ടിക്കാലം തൊട്ട് കാരണങ്ങളുണ്ട്. പക്ഷെ ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദെയർ ലാക്ക് ഓഫ് റിമോഴ്സ്. ബാക്കി ആൾക്കാർ ഈ സന്ദർഭത്തിൽ തെറ്റ് ചെയ്യുന്ന ആൾക്കാർ പകുതി പേരല്ലെങ്കിൽ ഒരു നല്ല ശതമാനം
ഈ നേരത്തെ പറഞ്ഞ മാതിരി നോർമലൈസ്ഡ് ആയിട്ട് അവരുടെ സ്വന്തം ബിഹേവിയറിനെ കാണുകയാണ്. ഇങ്ങനെയാണ് എന്ന് തന്നെ വിചാരിച്ചിട്ട് ഞാനല്ല കുറ്റക്കാരൻ, സിസ്റ്റമാണ് കുറ്റക്കാരൻ, അല്ല മറ്റേ ആളാണ് കുറ്റം. ഓക്കെ, അവരങ്ങനെ വന്നിട്ടല്ലേ. ഞാൻ എൻ്റെ ഭാര്യയെ അടിച്ചു, ഞാൻ അങ്ങനെ സാധാരണ അടിക്കുന്ന ആളല്ല, പക്ഷെ അന്ന് അവളുടെ പെരുമാറ്റം കാരണം എൻ്റെ കൺട്രോൾ പോയി, അതുകൊണ്ട് ഞാൻ അടിച്ചു. അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പോൾ പോക്സോ കേസിലൊക്കെ അവൾ സമ്മതിച്ചു, അവളാണ് അട്രാക്ട് ചെയ്തത്. ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ടാക്കിയൊരു സിറ്റുവേഷൻ ഉണ്ടായി. ഒരു കുട്ടി ഒരു വളരെ ചെറിയ ഒരു റൂറൽ സ്കൂളിൽ പഠിക്കുന്നൊരു കുട്ടിയാണ്. അവിടെ നമുക്ക് ക്ലിനിക്കും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടി നമ്മുടെ കൗൺസിലറുടെ അടുത്ത് വന്നു പെട്ടു. സ്കൂളിൽ ബോധം കെട്ട് വീഴുക അങ്ങനെ എന്തോ ചെയ്തപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അവളുടെ ക്ലാസ്സിൽ തന്നെ ആൺകുട്ടികൾ അവളെ മൊളസ്റ്റ് ചെയ്യാണ്. ആ ഗ്രാമത്തിൽ ഈ കുട്ടി ഒരു അമ്മൂമ്മയായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നു. ആ ഗ്രാമത്തിൽ വേറൊരാളും ഇവളെക്കാട്ട് എത്രയോ വയസ്സുള്ള ഒരാളുമായിട്ടും ഇവൾക്ക് ബന്ധമുണ്ട്. അതെല്ലാം നോർമലൈസ്. ഈ കുട്ടിയുടെ ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു അത് അവളുടെ തെറ്റാണ്, അവൾ വിളിച്ചിട്ടാണ് ബോയ്സ് വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ സ്കൂളിലേക്ക് ഞങ്ങളെ ബാൻ ചെയ്തു. നമ്മളത് റിപ്പോർട്ട് ചെയ്തു, പോലീസ് അറസ്റ്റ് ചെയ്തു ഒക്കെ ചെയ്തു. പക്ഷെ മൊത്തം സമൂഹം ഈ കുട്ടിക്ക് എതിരായി. ഞങ്ങൾക്കെതിരായാലും കുഴപ്പമില്ല, നമ്മൾ അഡൾട്ട്സ് അല്ലേ. ഈ കുട്ടിക്കെതിരായി. കാരണം പോലീസ് കറക്റ്റായിട്ടുള്ളത് ചെയ്തു, അവർ ചെയ്യേണ്ടത് ചെയ്തു. പക്ഷേ ഈ കുട്ടിക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കാനും കൂടെ നിൽക്കാനും ആരുമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അവിടെയാണ് സോഷ്യോ കൾച്ചറൽ ഇഷ്യൂസ് വരുന്നത്. അവിടെ ഈ കുട്ടിയെ ആ മൊത്ത സമൂഹം എന്താ പറയുക, വിക്ടിമായിട്ടല്ല കാണുന്നത്. ഷീ ഇൻവൈറ്റഡ് ഇറ്റ് അപ്പോൺ ഹർ സെയിം റേപ്പ് മിത്ത്. അപ്പോൾ കുറ്റബോധം ആണുങ്ങൾക്ക് തോന്നാതിരിക്കാൻ ഉള്ള ഒരു കോംപ്ലിക്കേഷൻ അതാണ്. സൊസൈറ്റലായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് കുറ്റബോധം തോന്നിപ്പിക്കാതിരിക്കാൻ. കൈക്കൂലിയുടെ പറഞ്ഞ മാതിരി അതിനൊക്കെ ഒരു ഫ്രെയിം വർക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കും. എക്സെപ്ഷൻസ് ഇല്ലല്ലേ? എക്സെപ്ഷൻസ് ഉണ്ടാകും. ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നു. ആണുങ്ങളെ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്കുണ്ടല്ലോ. അപ്പോൾ ഉണ്ട് തന്നെയാണ്. കാരണം അങ്ങനെ കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയില്ലല്ലോ കാര്യങ്ങൾ. ഈ പറഞ്ഞ മാതിരി ചിലർക്ക് പിന്നീടായിരിക്കും ചിലപ്പോൾ കുറ്റബോധം തോന്നുക. അങ്ങനെയൊക്കെ മനുഷ്യൻ്റെ മനസ്സ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ മാനിപ്പുലേറ്റഡ് കൺസെന്റ്. അതെ, സ്ത്രീകളുടെ ഭാഗത്ത് നിന്നിട്ട് നോക്കിയിട്ട് ഞാൻ പറയാണ്, ഒരു ഘട്ടത്തിൽ ഇവരത് തിരിച്ചറിയുന്നുണ്ടാവുമായിരിക്കാം ഒരു പക്ഷെ. ഇനിയിപ്പോൾ പുറകിലേക്ക് പോയിട്ട് കറക്റ്റ് ചെയ്യലൊന്നും നടക്കില്ലല്ലോ. ഇങ്ങനൊരു സംഗതി എവിടെ വെച്ചിട്ടാണ് കുട്ടികൾ അത് തിരിച്ചറിയേണ്ടത്? കുട്ടികളെന്നല്ല, സ്ത്രീകൾ മുതിർന്നവരായാലും ശരി, ഈ മാനിപ്പുലേറ്റഡ് കൺസെന്റ് ആണിത് എന്ന് ഇവർക്ക് മനസ്സിലാവാതെ പോകുന്നതോ? അതൊക്കെ എന്തുകൊണ്ടായിരിക്കാം? ഇനിയെങ്കിലും നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റണമല്ലോ, അതുകൊണ്ടും കൂടി ഞാൻ ചോദിക്കാം. പലപ്പോഴും നമ്മൾ കാണുന്നത് നമ്മുടെ അടുത്ത ആൾക്കാർ വന്ന് പറയുന്നതല്ലേ നമുക്കറിയുള്ളൂ. എക്സാക്ട്ലി എന്താ ഉണ്ടായെന്ന് നമുക്കറിയില്ലല്ലോ. വന്ന് പറയുന്നത് ഇതിന് ശേഷമാണ് ഇവർ റിയലൈസ് ചെയ്യുന്നത് ദാറ്റ് ഐ ഹവ് ബീൻ മാനിപ്പുലേറ്റഡ് എന്നുള്ളത്. ആ സമയത്ത് ഇപ്പോൾ സെക്ഷൽ അസോൾട്ട് ആണെങ്കിലും സെക്ഷൽ ഇൻറ്റിമസി ആണെങ്കിലും ആ സമയത്ത് ചിന്തിക്കാനുള്ള ഒരു സ്റ്റേറ്റ് ആയിരിക്കില്ല, കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇപ്പം എല്ലാവരും പറയില്ലേ പെപ്പർ സ്പ്രേ കയ്യിൽ കൊണ്ട് നടക്കണം, അറ്റാക്ക് ചെയ്താൽ. ആ സമയത്ത് ഇത് ബാഗിൽ നിന്ന് എടുത്ത് ഒരാളുടെ മേത്ത് അടിക്കാനൊന്നും നമുക്ക് തോന്നില്ലല്ലോ. അപ്പോൾ അതേമാതിരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സെക്ഷൽ എന്താ പറയുക അപ്രോച്ച് വരുമ്പോൾ കുറച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരാളുടെ അടുത്തു നിന്നായിരിക്കില്ലല്ലോ, ന്യൂട്രൽ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളുടെ അടുത്തു നിന്നായിരിക്കും മിക്കവാറും അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനൊരു അപ്രോച്ച് വരിക. ആ സമയത്ത് ചിന്തയിൽ വ്യക്തത ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അസർട്ടീവ്നെസ് ഇല്ലായ്മയല്ലേ. ഇപ്പം നോ എന്ന് കൃത്യമായിട്ട് പറയാനുള്ള ഇതുണ്ടാവില്ല. അങ്ങനെ ഉള്ള കുട്ടികൾ നിറയുണ്ട് കേട്ടോ. പിന്നീട് വന്ന് പറയാറുണ്ട്, അല്ല പല ക്ലയൻ്റായിട്ടല്ല, ഇങ്ങനൊരു മോശം അനുഭവം ഉണ്ടായി. അയാളുടെ റൂമിൽ വിളിച്ചു ചെന്നു. അപ്പോൾ അയാൾ ഹി മേഡ് എ സെക്ഷൽ അഡ്വാൻസ്, പക്ഷേ ക്ലിയർ ആയിട്ട് നോ എന്ന് ഞാൻ പറഞ്ഞു. വാതിൽ തുറന്ന് പുറത്തിറങ്ങി വന്നു. പിന്നീട് ഒരിക്കലും ന്യൂട്രൽ സ്പേസിലല്ലാതെ ആളെ കണ്ടിട്ടില്ല എന്ന് പറയുന്ന സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് ആഫ്റ്റർ ദ ഇവൻ്റാണ് ആൾക്കാർക്ക് മാനിപ്പുലേറ്റഡ് ആയി, എക്സ്പ്ലോയിറ്റഡ് ആയി എന്നുള്ളത് തോന്നുന്നു. അപ്പോൾ മനീല പറഞ്ഞ മാതിരി
പിന്നീട് അത് ആ ട്രോമ നിലനിൽക്കുകയാണ്. പിന്നീട് അത്തരം സിറ്റുവേഷനിൽ എന്താ പറയുക, ഇൻവോൾവ് ആവാതിരിക്കാൻ ആൾക്കാർക്ക് നോക്കാൻ പറ്റും. അങ്ങനെയാണോ സംഭവിക്കുന്നത്? തിരിച്ച് ഒരിക്കൽ 1-2 തവണ ഇത്തരം ഇതിൽ പെട്ടുപോയാൽ പിന്നെ അത് തുടരാനുള്ള ടെൻഡൻസി ഉണ്ട്, അങ്ങനെ ഓഫ് കോഴ്സ് ഉണ്ട്. അത് 2 തരത്തിലുണ്ട്. ഒന്ന് ഈ പറഞ്ഞ മാതിരി പ്യുവർലി ക്രിമിനൽ ബ്ലാക്ക്മെയിൽ തരത്തിൽ, ന്യൂഡ് ഫോട്ടോസും ഒക്കെ ആയിട്ട്. അല്ലെങ്കിൽ പീപ്പിൾ ആർ കൺഫ്യൂസ്ഡ്, ഇതൊരു ട്രൂ റിലേഷൻഷിപ്പാണോ? കാരണം ഇപ്പോൾ നമ്മൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ കോണ്ടെക്സ്റ്റിൽ ആണ് കൺസെൻറ്റ് നമ്മൾ കാണുന്നത്. പിന്നീടാണ് മനസ്സിലാവുന്നത് ഇത് ഒരു ഹെൽത്തി ട്രൂ റിലേഷൻഷിപ്പ് അല്ല. ഈ വ്യക്തി പ്യുവർലി മാനിപ്പുലേറ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളത്. ദാറ്റ് മേ ഹാപ്പൻ ആഫ്റ്റർ മെനി സച്ച് എൻകൗണ്ടേഴ്സ്. പിന്നീട് ഡാമേജിന് ശേഷമാണല്ലോ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നത്. ട്രോമറ്റൈസ്ഡ് ആയിട്ടും ഡിപ്രസ്ഡ് ആയിട്ടും ഒക്കെ. അവിടുത്തെ വേറെ വലിയൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ സെൻസ് ഓഫ് ഇൻജസ്റ്റിസ്. ആള് ഇപ്പോഴും സമൂഹത്തിൽ അതേ ഫിഗറായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. കോളേജുകളിൽ ലെക്ചറേഴ്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ലുക്ക് ആരാധിക്കുന്ന ആൾക്കാർ, വിപ്ലവം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർ. പക്ഷെ അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്നതൊന്നുമില്ല എന്നുള്ള തിരിച്ചറിവ് വരുന്നു. അദ്ദേഹം പിന്നെയും നോർമലായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഒരു ഹ്യൂജ് സെൻസ് ഓഫ് ഇൻജസ്റ്റിസ്, അനീതി. അപ്പോൾ കൗൺസിലിങ്ങിലൂടെ ഇതെല്ലാമാണ് നമ്മൾ സഹായിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ. പക്ഷേ നമുക്ക് ശരിക്കും വേണ്ടത് ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടാവാതിരിക്കുകയാണല്ലോ. അവിടെയാണ് ഇഷ്യൂ. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ധാരണകളില്ലായ്മയും ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് പലപ്പോഴും കുട്ടികൾ കോളേജിൽ ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷന് പോകുമ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. സോ ദേ ആർ നോട്ട് പ്രിപ്പയർഡ് ഫോർ റിലേഷൻഷിപ്സ്. കാരണം അതുവരെ ഫാമിലി ഒരു ആൺകുട്ടിയുമായിട്ട് സംസാരിക്കാനോ ഇടപഴകാനോ സമ്മതിക്കില്ലല്ലോ. പിന്നീട് പെട്ടെന്ന് അത്തരം ഒരു സിറ്റുവേഷൻ എത്താണ്. ചിലപ്പോൾ തൊഴിലിടത്തിലായിരിക്കും, ഒരു ട്രെയിനി ജേർണലിസ്റ്റായിട്ട് വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഏത് സിറ്റുവേഷൻ വേണമെങ്കിൽ ആകാം. അവിടെയൊക്കെ ഈ ഡൈനാമിക്സ് വരികയാണ്. ഒന്ന്, സിസ്റ്റമാറ്റിക് യൂസ് ഓഫ് പവർ ആൻഡ് കൺട്രോൾ. 2, ഈ റിലേഷൻഷിപ്പിൻ്റെ വ്യാജേനയുള്ള മാനിപ്പുലേറ്റഡ് കൺസെപ്റ്റ്. കുട്ടികൾ അത് മനസ്സിലാക്കണം. അങ്ങനെ പറയുമ്പോഴേ നമ്മളെപ്പോഴും സ്ത്രീകൾ മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണല്ലോ നമ്മളിപ്പോഴും സ്ത്രീകളല്ല, വിക്ടിംസ്, സ്ത്രീകൾ എന്നുള്ള. ഇപ്പൊ അധികം സംഗതികൾ സംഭവിക്കുന്നത് ഈ പറയുന്ന പോലെ ഒരു റിലേഷൻഷിപ്പിനകത്ത് അത് റിയൽ ആണെന്നോ സത്യമാണെന്നും അതൊരു നീതിയുണ്ടെന്നും വിശ്വാസവും ഒക്കെ ട്രസ്റ്റൊക്കെ ആണല്ലോ അതിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന സംഗതികൾ. അപ്പുറത്തെ ഭാഗത്തുനിന്നേ കൃത്യമായിട്ട് മാനിപ്പുലേഷൻ അതൊരു നമുക്ക് പിന്നീട് മനസ്സിലാവുന്ന ഒരു പാറ്റേൺ ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ, പല പല സംഗതി. അതൊക്കെ ആ ടൈം ബീങ് കുട്ടികൾക്കും സ്ത്രീകൾക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പിന്നീട് അതൊരു പാറ്റേണിന്റെ ഭാഗമായിട്ട് നമ്മളും നിൽക്കുമായിരുന്നു എന്നൊക്കെ മനസ്സിലാവുന്നത്. ശരിക്കും കൗൺസിലിംഗ് ആവശ്യം അപ്പുറത്തെ സൈഡിലല്ലേ എന്നുള്ളതാണ്. അത് അല്ലല്ലോ ആണ്, പക്ഷെ അത് കൗൺസിലിംഗ് അല്ല. അത് ഇതൊരു യുഗാന്തരങ്ങളിലൊക്കെ പറയുന്ന പോലെ നിലനിൽക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് അവിടെ എങ്ങനെയാ കറക്റ്റീവ് സംഗതികൾ? അതല്ലേ നടക്കാത്തത്. കാരണം ആവശ്യമില്ല പുരുഷന്. നമ്മൾ കൗൺസിലിംഗ് എന്നുള്ള സങ്കല്പം ഒരാൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ അപ്രോച്ച് ചെയ്യുന്നു, പ്രശ്നപരിഹാരം കണ്ടെത്തുന്നു. ഒരാൾക്ക് പ്രശ്നമില്ലെങ്കിൽ അത് പ്രശ്നമേ അല്ലല്ലോ. അതെ, അപ്പൊ അവരെയൊക്കെ നമുക്ക് അപ്രോച്ച് ഇല്ലല്ലോ. അതുകൊണ്ടാണ് അവിടെ ആ പുരുഷ മേധാവിത്വത്തിൻ്റെ ആ പവർ ഇഷ്യൂസ് നേരത്തെ പറഞ്ഞ മാതിരി സോഷ്യോ കൾച്ചറൽ ആംഗിളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആരും പവർ, അധികാരം ഇത് ടോക്സിക് ആണ് എന്ന് പറഞ്ഞ് കുറയ്ക്കാൻ ശ്രമിക്കുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യില്ല. കൂടുതൽ സ്ട്രോങ് ആക്കാൻ. അതെ, ദേ ഹാവ് ടു ബി മെയ്ഡ് ടു ഗിവ് അ പവർ. അപ്പോൾ നമ്മൾ വിക്ടിമിനെ ബ്ലെയിം ചെയ്യുകയല്ല, പക്ഷേ പല സിറ്റുവേഷനിലും പെർപെട്രേറ്റേഴ്സിനെ നേരെയാക്കാൻ നമുക്കൊരു വഴിയുമില്ല. സിസ്റ്റം അങ്ങനെയാണ്. പാട്രിയാർക്കലാണ്. കുറഞ്ഞു വരുമായിരിക്കും. അപ്പോൾ അതുവരെ റോഡിൽ കൂടെ നടക്കുമ്പോൾ നമ്മളെ കാറിടിക്കാതെ നോക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. കാർ ഓടിക്കുന്ന ആളുടെ ബിഹേവിയർ നമുക്ക് മാറ്റാൻ പറ്റിയെന്ന് വരില്ലല്ലോ. നിയമങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിയമങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ കാർ വന്നിരിക്കും. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഇങ്ങനെ നമ്മൾ പറയുന്നത്.
പുരുഷനായാലും സ്ത്രീ ആയാലും കുട്ടികളെ സിസ്റ്റമിക് ചേഞ്ച് തന്നെയാണ് വേണ്ടത്. നിയമങ്ങളിൽ കൂടിയും അല്ലാതെയും എല്ലാം കർശനമാക്കുകയും അതെ അതെ അല്ല അതിന് സ്റ്റേറ്റിന്റെ റോള് ഭയങ്കര അല്ലേ? പിന്നെ സ്റ്റേറ്റിനാണല്ലോ ഇപ്പോൾ എംപ്ലോയർ ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അത് 4.5 വർഷം പുറത്തു വിടാതെ സ്റ്റേറ്റ് വെച്ചു എന്ന് പറയുന്നിടത്താണ് സ്റ്റേറ്റ് എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും അവിടെ തന്നെയാണ് അതിന്റെ പ്രശ്നം കിടക്കുന്നത് തോന്നുന്നു അല്ലേ? അതെ അതെ ആബ്സല്യൂട്ട്ലി. അപ്പം അതാണല്ലോ ഇതിൽ ഏറ്റവും പെർട്ടിനൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം. ഇത്രയും ഇതൊരു വിവരാവകാശ കമ്മീഷൻ വേണ്ടി വന്നു. അൾട്ടിമേറ്റ്ലി ഇതെല്ലാം സോഷ്യോ കൾച്ചറൽ സിസ്റ്റമിക് പ്രോബ്ലംസ് ആണ്. അതിൽ ഇൻഡിവിജ്വൽ സൈക്കോളജി മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻഡിവിജ്വൽസിനെ നമ്മുടെ അടുത്ത് വരുന്നവരെ സഹായിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം. കുറേയൊക്കെ ഈ പറഞ്ഞ മാതിരി ആൾക്കാർ സ്വയം തിരിച്ചറിഞ്ഞ് മാറാൻ ഇതുവരെ ചരിത്രത്തിൽ അങ്ങനെ വ്യക്തികളല്ലാണ്ട് മാസ്സായിട്ട് നടന്നിട്ടുള്ളൊരു ചരിത്രമില്ല.